എനിക്ക് വലിയ സന്തോഷമുണ്ട്. സ്തോത്രം. ദൈവസന്നിധിയിൽ കടന്നു വരുന്നത് പോലെ, ദൈവസന്നിധിയിൽ ഇരിക്കുന്നത് പോലെ ഒരു ശ്രേഷ്ഠമേറിയ അനുഭവം വേറെ ഇല്ല. പ്രൈസ് ദി ലോർഡ്. ദൈവശബ്ദം കേൾക്കുന്നത് പോലെ മറ്റേതൊരു മാനുഷിക ശബ്ദത്തെക്കാൾ അതിന് അതിൻ്റെതായ വിലയും അതിൻ്റെതായ മാന്യതയും അതിൻ്റെതായ ശ്രേഷ്ഠതയും അതിൻ്റെതായ പ്രത്യേകതയുമുണ്ട്. ഇന്ന് രാത്രി നമുക്കിവിടെ ആയിരിക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. സ്തോത്രം. എനിക്ക് പ്രിയ ഷിബുവിന്റെ സാക്ഷ്യം കേട്ടപ്പോൾ ദൈവം വലിയ വിപത്തിൽ നിന്ന് വിടുവിച്ചു. സ്തോത്രം. ഈ സൗഖ്യദായകൻ മാത്രമല്ല നമ്മുടെ കർത്താവ്, നമ്മെ കരുതുന്ന ഒരു കർത്താവാണ്. നമ്മെക്കുറിച്ച് ദൈവത്തിന് ഹി ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ. ഒരു വലിയ പദ്ധതി ഇവിടെ ഇരിക്കുന്ന എന്നെയും നിങ്ങളെ കുറിച്ചുണ്ട്. അത് എത്ര പേര് തിരിച്ചറിയുന്നുണ്ട്? അതാണ് ഏറ്റവും പ്രധാനം. സ്തോത്രം. നമ്മൾ പലപ്പോഴും തിരിച്ചറിയാതെ അങ്ങ് പോകുക. ഒരിക്കലും അങ്ങനെ ആകരുത്. ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള പദ്ധതി നാം നന്നായി മനസ്സിലാക്കണം. ഇന്ന് രാത്രി ഇവിടെ കടന്നു വരുവാൻ, ഈ കൂട്ടായ്മയെ സംബന്ധിപ്പാൻ, നിങ്ങളോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവവചനവുമായി നിങ്ങളുടെ മുൻപാകെ നിൽക്കുവാൻ ദൈവം നൽകിയ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കാം. അല്പനേരത്തെ ചിന്തയ്ക്കായി നമുക്കൊരു വേദഭാഗം വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 39-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കുള്ളതല്ലോ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം വേദപുസ്തകത്തിലെ 44-ാമത്തെ പുസ്തകവും പുതിയ നിയമത്തിലെ 5-ാമത്തെ പുസ്തകവുമാണ്. ഈ വേദപുസ്തകം ഒരു വലിയ ഹർമ്മ്യമാണെങ്കിൽ, ഒരു വലിയ കൊട്ടാരമാണെങ്കിൽ, ഒരു വലിയ സൗധമാണെങ്കിൽ അതിനകത്തെ പവർ സ്റ്റേഷനാണ്, പവർ ഹൗസാണ് ഈ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം. അതിന് ആരംഭം മുതൽ അവസാനം വരെ പരിശുദ്ധാത്മാവിനെ കുറിച്ചും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പെന്തക്കോസ്ത് നാളിൽ പത്രോസ് പ്രസംഗിച്ച പ്രസംഗത്തിലെ ഏറ്റവും പ്രസക്തമായൊരു ഭാഗമാണ് നമ്മുടെ ഇവിടെ വായിച്ചു കേട്ടത്. വളരെ ശ്രദ്ധിക്കണം, എല്ലാവരും വളരെ ശ്രദ്ധയോടെ ഇരിക്കണം. സ്തോത്രം. അല്പനിമിഷം നാം ദൈവത്തിന്റെ വചനത്തിന് ഭാഗയാണ്. ദൈവവചനം ദൈവത്തോളം വലിപ്പമുള്ളതാണ്. ദൈവവചനം ദൈവമാണ്. ഇങ്ങനെ വായിക്കുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഈ വചനം സംസാരിക്കുമ്പോൾ അതിന് വലിയ ശക്തിയുണ്ട്. ഈ വചനം കേൾക്കുമ്പോൾ തന്നെ ആ വചനം ക്രിയ ചെയ്യും. അതനുഭവിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്. ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക അനുഭവമാണ് ഉണ്ടാകുന്നത്. സ്തോത്രം. അതുകൊണ്ട് വളരെ അധിക സമയം ഞാൻ എടുക്കുകയില്ല, കുറച്ച് സമയം നാം ദൈവത്തിൽ ഇരിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ ഭയഭക്തിയോടെ ദൈവസന്നിധിയിലിരിപ്പാൻ ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. പത്രോസ് എഴുന്നേറ്റ് പ്രസംഗിച്ച പ്രസംഗത്തിലെ ഒരു പ്രസക്തമായ ഭാഗം എന്താ പറഞ്ഞത്? ആ വാക്യം ഇങ്ങനെ ഒന്നുകൂടെ ഒന്ന് വായിക്കാമോ? വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായി കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായി ഏവർക്കും ഉള്ളതല്ലോ. എന്താണ് വാഗ്ദത്തം എന്ന് പറഞ്ഞാൽ? എ വേർഡ് ഓഫ് അഷുറൻസ്. ഒരു കാര്യം ചെയ്തു തരുമെന്ന് ഉറപ്പായി പറയുന്നതിനെ വാഗ്ദത്തം എന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. പ്രവചനം വേറെ, വാഗ്ദത്തം വേറെ. പ്രവചനം എന്ന് പറയുന്നത് നമുക്കറിയാം. എന്താ പ്രവചനം എന്ന് പറഞ്ഞാൽ? പ്രവചനം, ഞാനൊരു പുതിയ ആളൊന്നുമല്ല, വലിയ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ആളൊന്നുമല്ല. നിങ്ങൾ ഒരുവനാ. നിങ്ങൾക്ക് ഉത്തരവൊക്കെ പറയാം. നമ്മൾ ദൈവവചനം സംസാരിക്കുമ്പോൾ
നിങ്ങൾ ഉത്തരവൊക്കെ വിളിച്ച് പറയാം. നിങ്ങൾക്കത് സഹകരിക്കാനും വെറുതെ ഇരിക്കുന്നവരായിട്ടല്ല. സ്തോത്രം. പ്രവചനം എന്ന് പറഞ്ഞാൽ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ മുൻകൂട്ടി പ്രസ്താവിക്കുന്നതിന് എന്തു പറയും? പ്രവചനം എന്ന് പറയും. ഒന്നുകൂടെ പറയാം, ഭൂതകാലം, വർത്തമാനകാലം, ഭാവി കാലം പറയും പ്രവചനത്തിൽ. എന്നാൽ വാഗ്ദത്തം എന്ന് പറഞ്ഞാൽ അതല്ല. വാഗ്ദത്തം ദൈവം ഒരു കാര്യം ചെയ്തു തരുമെന്ന് ഉറപ്പായി പറഞ്ഞാൽ അതിനെന്ത് പറയും? വാഗ്ദത്തം എന്ന് പറയും. സ്തോത്രം. പ്രവചനം ഒരിക്കൽ നടത്തിയാൽ സംഭവിക്കാതിരിക്കുമോ? 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 ഇല്ല. ചിലപ്പോൾ സംഭവിക്കാതിരിക്കും. തെളിവ് തരാം. ദൈവത്തിന്റെ ദാസനായ യെശയ്യാവോട്, പ്രവാചകനായ യെശയ്യാവോട് പറഞ്ഞു, നീ പോയി ഹിസ്കിയാവോട് പറയുക, അവൻ മരിച്ചു പോകും, അവന്റെ ഗൃഹകാര്യങ്ങൾ ക്രമത്തിലാക്കുക. യെശയ്യാവ് ഹിസ്കിയാ രാജാവിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, നിന്റെ ഗൃഹകാര്യങ്ങൾ ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും. സ്തോത്രം. ഇത് പറഞ്ഞിട്ട് പ്രവാചകൻ കൊട്ടാരത്തിൽ വെളിയിലിറങ്ങി. അവൻ വെളിയിലിറങ്ങി പോകുന്നതിന് മുമ്പ് തന്നെ ഈ ഹിസ്കിയാവ് ചുവന് നേരെ തിരിഞ്ഞ് ഒരൊറ്റ പ്രാർത്ഥന നടത്തി. ആ പ്രാർത്ഥന കേട്ടപ്പോൾ ദൈവം ഈ യെശയ്യാവിനോട് ഇടപെട്ടു. യെശയ്യാവിനോട് പറഞ്ഞു, നീ തിരികെ ചെന്ന് പറ, മരിക്കയില്ല, നിന്റെ ആയുസ്സിനെ 15 സംവത്സരം കൂടെ നീട്ടിയിരിക്കുന്നെന്ന് പറയുവാൻ പറഞ്ഞു. സ്തോത്രം. അപ്പൊ മരിച്ചു പോകുമെന്ന് പറഞ്ഞത് ഒരു പക്ഷേ അത് മാറ്റാൻ ദൈവത്തിന് കഴിയും. പക്ഷെ ദൈവം ഒരു പ്രോമിസ് ചെയ്താൽ, ദൈവം ഒരു വാഗ്ദത്തം ചെയ്താൽ അത് നിവർത്തിക്കാതിരിക്കത്തില്ല. 2025 ദൈവം നമ്മോട് ചില വാഗ്ദത്തങ്ങൾ നടത്തി. പ്രൈസ് ദി ലോർഡ്. 2025 ചില വാഗ്ദത്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിവർത്തിയായെങ്കിൽ ഈ 2026 ചില വാഗ്ദത്തങ്ങൾ നിവർത്തിയാകും. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? എന്നോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം ഇത് രാത്രി ദൈവത്തിന് നിവർത്തിക്കാൻ കഴിയും. ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒരു നിമിഷം മാത്രം മതി. സ്തോത്രം. വാഗ്ദത്തം നിങ്ങൾക്ക് ഉള്ളതാണ്. വാഗ്ദത്തം നമുക്കുള്ളതാണ്, നമ്മുടെ മക്കൾക്കുള്ളതാണ്, അടുക്കലുള്ളവർക്കും ദൂരസ്ഥരായ ആളുകൾക്കുള്ളതാണ് വാഗ്ദത്തം. ഈ വാഗ്ദത്തിന് ഒരു പ്രത്യേകതയുണ്ട്. വായിച്ചാട്ടെ 2 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 4-5 വാക്യം. 1-ാം അധ്യായത്തിന് 4-5 വാക്യങ്ങൾ വായിക്കാം. ദൈവം നൽകിയ വാഗ്ദത്തം വിലയേറിയതാണ്, അതിമഹത്താണ്. എനിക്ക് നിങ്ങൾക്ക് ദൈവം നൽകിയിരിക്കുന്ന വാഗ്ദത്തം വിലയേറിയ വാഗ്ദത്തമാണ്. എനിക്ക് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന വാഗ്ദത്തം അതിമഹത്തായ വാഗ്ദത്തമാണ്. ആ വാഗ്ദത്തം നമ്മുടെ ജീവിതത്തിൽ നിവർത്തിയാകും. ഇന്ന് രാത്രി ദൈവത്തോട് പ്രാർത്ഥിക്കും, ദൈവമേ, എന്നോടുള്ള അവിടുത്തെ വാഗ്ദത്തം, എൻ്റെ തലമുറകളോടുള്ള അവിടുത്തെ വാഗ്ദത്തം, എൻ്റെ ഈ കൂട്ടായ്മയുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം, എൻ്റെ സഭയോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം, എൻ്റെ ദേശത്തോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം ഈ ദിവസങ്ങളിൽ നിവർത്തിയാകണമേ. ഹബക്കൂക്കിന്റെ പ്രവർത്തനം ഇങ്ങനൊരു വാക്യമുണ്ട്, ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, അത് വൈകിയാലും വരും, താമസിക്കുമില്ല, നിശ്ചയം. ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദത്തം നമ്മുടെ ജീവിതത്തിൽ നടക്കാതിരിക്കുകയില്ല. ഈ കൂട്ടായ്മയെ കുറിച്ച് ദൈവത്തിനൊരു വാഗ്ദത്തമുണ്ട്. സ്തോത്രം. ആ വാഗ്ദത്തം 2026 നടത്തണമെന്ന് ദൈവത്തിന്റെ ഹിതമാണെങ്കിൽ, ദൈവത്തിന് ഇഷ്ടമാണെങ്കിൽ അത് ഈ 2026 തന്നെ നടക്കും. നമ്മെ കുറിച്ചുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം, നമ്മുടെ തലമുറകളെ കുറിച്ചുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം അത് ഈ നാളുകളിൽ നടക്കണം. എത്ര പേര് പ്രാർത്ഥിക്കും, ദൈവമേ, എന്നോടുള്ള അവിടുത്തെ വാഗ്ദത്തം നിവർത്തിയാകണമേ, എന്റെ തലമുറയോടുള്ള വാഗ്ദത്തം നിവർത്തിയാകണമേ. സ്തോത്രം. ഇവിടെ ഈ പത്രോസ് ഈ വിഷയം പറയാൻ ഒരു കാരണമുണ്ട്. 2 വാഗ്ദത്തങ്ങളെ കുറിച്ച് വേഗത്തിൽ പറയാം. ഒന്നാമത്തെ വാഗ്ദത്തം
അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം അതിന് 4-ാമത്തെ വാക്യം വേഗത്തിൽ വായിക്കാം. മോനെ, എനിക്കൊരു നിർബന്ധമുണ്ട് മോനെ. ഇങ്ങോട്ട് നോക്കി, ഈ ബൈബിൾ എന്തിനാണ്? നമ്മുടെ ടെക്സ്റ്റാ. ഇങ്ങോട്ട് നോക്കി, ഞാനൊരു ഇംഗ്ലീഷ് അധ്യാപകനാ. 16 വർഷം ഒരു കോളേജിൽ പഠിപ്പിച്ച ആളാ. ഇപ്പോഴും ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ്. സെമിനാരിൽ പോയി ഞാൻ ഇംഗ്ലീഷാണ് പഠിപ്പിക്കുന്നത്, തിയോളജി അല്ല പഠിപ്പിക്കുന്നത്. സ്തോത്രം. അതെല്ലാം വിട്ടിട്ട് ഞാൻ 16 വർഷം കോളേജിൽ പഠിപ്പിച്ചിട്ട് പിന്നീട് ഞാൻ സ്കൂളിൽ എന്നെ പഠിപ്പിക്കാൻ വിളിച്ചു. പത്തനാപുരം ഓർത്തഡോക്സ് സ്കൂളുണ്ട്, അവിടെ എൻ്റെ വൈഫ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ആ സ്കൂളിലെ അതിൻ്റെ മാനേജർ ഒരു മദറാണ്. അവർ പത്തനാപുരം കോളേജിലെ പ്രൊഫസറായിട്ട് റിട്ടയർ ചെയ്തവരാണ്, കെമിസ്ട്രി പ്രൊഫസറായിട്ട്. അവരതിൻ്റെ മാനേജർ എന്നെ വിളിച്ചു. ഞാൻ വിചാരിച്ചു കുട്ടികളെ പഠിപ്പിക്കുക അല്ല, എന്നോട് പറഞ്ഞു ടീച്ചേഴ്സിനൊരു ക്ലാസ് എടുക്കണം. അതായത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലൊക്കെ അവർ പഠിപ്പിക്കും, ദേ നോ ഹൗ ടു ടീച്ച്. പക്ഷേ ക്യാമ്പസിൽ ഇംഗ്ലീഷ് സംസാരിക്കുകയല്ല. 6 മാസത്തെ ഒരു 6 month പാക്കേജ് ആയിരുന്നു. പക്ഷെ അത് 1 വർഷം ക്ലാസ് എടുത്തു. ഒരു സ്കൂളിൽ പോയി പഠിപ്പിച്ചാൽ അടുത്ത സ്കൂളിൽ വിളിക്കും. അങ്ങനെ 7 മാനേജ്മെന്റ് സ്കൂളുകളിൽ പോയി പഠിപ്പിക്കാൻ, 2 സർക്കാർ സ്കൂളുകളിൽ പോയി പഠിപ്പിക്കാനുള്ള അവസരമുണ്ടായി. അതെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ വീണ്ടും MDU കഴിഞ്ഞു, MDH പഠിച്ചു. അപ്പോൾ MDH പഠിച്ചപ്പോൾ എന്നോടൊപ്പം കൂടെ പഠിച്ചവരാണ് പറഞ്ഞത് നമുക്കൊരു ചെറിയ സ്ഥാപനം തുടങ്ങാം. പക്ഷെ ഇപ്പോഴും ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നുണ്ട്. എനിക്ക് ഇംഗ്ലീഷ് ഭാഷയോട് വലിയ ഇഷ്ടമാണ്. ദൈവവചനം വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോഴൊക്കെ ഞാൻ അതിൻ്റെ മൂലഭാഷയുള്ള തർജ്ജമ, ഇംഗ്ലീഷിലുള്ള തർജ്ജമയൊക്കെ നോക്കാറുണ്ട്. കൂടുതൽ നമുക്കത് പഠിക്കാൻ കഴിയും. അപ്പം ഞാൻ ക്ലാസ്സിൽ പറയാറുണ്ട്, ഇംഗ്ലീഷ് ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ ടെക്സ്റ്റ് അത് ഉപയോഗിക്കണം. നമ്മുടെ ടെക്സ്റ്റാണ് ദൈവത്തിൻ്റെ വചനം. Whenever we come to the presence of God, ദൈവസന്നിധിയിൽ എപ്പോൾ വരും അപ്പോഴൊക്കെ ഈ ടെക്സ്റ്റ് ഉപയോഗിക്കണം. നിർബന്ധമായി തുറന്നത് വായിക്കണം. എനിക്കത് വലിയ നിർബന്ധമാണ്. എന്നും ദൈവത്തിൻ്റെ വചനം വായിക്കണം, എന്നും ദൈവത്തിൻ്റെ വചനം പഠിക്കണം. അത് ഞാൻ പിന്നീട് പറയാം. സ്തോത്രം. അപ്പൊ അവിടെ വായിച്ചത് ഇങ്ങനെയാണ്. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ വായിച്ചത് എന്താ വായിച്ചത്? എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി നിങ്ങൾ കാത്തിരിക്കണം. എന്താ ദൈവം കൊടുത്ത വാഗ്ദത്തം? നിങ്ങൾ ഇവിടം വിട്ടുപോകാതെ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കണം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായവും 16-ാം അധ്യായവും പഠിക്കുമ്പോൾ യേശു ശിഷ്യന്മാരോട് ഒരു കാര്യം പറഞ്ഞു, ഞാനിപ്പോൾ പോകുന്ന പ്രയോജനം, പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. മലയാളത്തിൽ കാര്യസ്ഥൻ എന്നാണെങ്കിലും ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന കംഫർട്ടർ എന്ന ആശ്വാസപ്രദൻ. പരിശുദ്ധാത്മാവ് ഒരാശ്വാസപ്രദനാ. പരിശുദ്ധാത്മാവ് നമ്മെ ആശ്വസിപ്പിക്കുന്നവനാ. പരിശുദ്ധാത്മാവ് നമ്മെ നടത്തുന്നവനാ. പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നവനാ. ഇന്ന് രാത്രി ആ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിൽ നടക്കട്ടെ. ദൈവാത്മാവ് നമ്മുടെ മധ്യത്തിൽ വ്യാപരിക്കട്ടെ. ആ ദൈവാത്മാവ് ഇന്ന് രാത്രി നമ്മുടെ മധ്യത്തിൽ, നമ്മുടെ ഉള്ളിൽ ക്രിയ ചെയ്യട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവാത്മാവിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം. നമ്മൾ ഇനി അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ വരുമ്പോൾ അവിടെ വായിക്കുന്ന ഇങ്ങനെ, പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ അവരെല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ഒരു വലിയ മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. ഇന്ന് രാത്രി ഈ വചനത്തിനു ഭാഗ വിനയത്തോടൊരു കാര്യം പറയാം. ദൈവാത്മാവ് നാം ഇരിക്കുന്ന ഈ റൂമിൽ നിറയപ്പെടണം. ദൈവാത്മാവ് ഇവിടെ നിറഞ്ഞാൽ ഒരു ഗുണം ഞാൻ പറയാം. ഒരു പാപി ഇവിടെ വന്നാൽ അവൻ മാനസാന്തരപ്പെടും. ഒരു രോഗി ഇവിടെ വന്നാൽ സൗഖ്യമാകും. ദൈവദാസന്മാർ ആരും പ്രാർത്ഥിക്കേണ്ട. ദൈവാത്മാവിന്റെ അധിവാസമുണ്ടെങ്കിൽ അവിടേക്ക് ഒരുവൻ കടന്നു വരുമ്പോൾ അവന് സൗഖ്യമുണ്ടാകും. ദൈവജനം ആത്മാവിൽ നിറയുവന്നേ. ദൈവജനം ആത്മാവിൽ ശക്തിപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. ആ വാക്യം ഒന്ന് വായിക്കാമോ? 2-ാം അധ്യായം 1-2 കാര്യങ്ങൾ അത് പറയാനുണ്ട്. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. പിന്നെ അവർക്ക് പ്രത്യക്ഷമായി. നിങ്ങൾ ആ സെന്റൻസ് ശ്രദ്ധിക്കണേ.
അവരുടെ മേൽ, ഓരോരുത്തരുടെ മേൽ എന്ത് ചെയ്തു? പതിഞ്ഞു. പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന അതിന്റെ പ്രതാപത്തോടും പ്രഭാവത്തോടും അതിശക്തിയോടുകൂടെ ഇറങ്ങി വന്ന ആ ദിവസം, ഏത് ദിവസമാ? പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ എന്ത് ചെയ്തു? ദൈവത്തിന് ഇങ്ങനെ വന്നു, ദൈവാത്മാവ് വന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 1-8 വായിക്കുന്നത് എന്താ? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ. അപ്പൊ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരും. ഇവിടെ വായിക്കുന്ന പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. 2, എന്നെ ചിന്തിപ്പിച്ചൊരു ഭാഗം അവിടെ, പരിശുദ്ധാത്മാവ് അവരുടെ മേൽ പതിഞ്ഞു. സ്തോത്രം. ഇന്ന് രാത്രി ആ ആത്മാവിന്റെ പ്രവർത്തനം നമ്മുടെ മധ്യത്തിൽ ഉണ്ടാകണമെന്നേ. പരിശുദ്ധാത്മാവ് നമ്മുടെ മേലൊന്ന് വരണം. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ എന്ത് ചെയ്യണം? ഒന്ന് പതിയണം. ആ പതിയുക എന്നുള്ളത് കൊടുത്തിരിക്കുന്നത്, ഇംഗ്ലീഷിൽ കൊടുക്കുന്നത് ഹി സാറ്റ് അപ്പോൺ ദം. അവരുടെ മേൽ ദൈവാത്മാവ് വന്നങ്ങ് അധിവസിച്ചിരുന്നു. സ്തോത്രം. പിന്നെ അടുത്ത വായിച്ചാട്ടെ. പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അന്യഭാഷയിൽ സംസാരിച്ചു തുടങ്ങി. ഇന്ന് വരെ അത് നിന്നു പോയിട്ടില്ല. ദൈവജനം ഇന്നും ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നുണ്ട്. ദൈവജനം അന്യഭാഷയിൽ സംസാരിക്കുന്നുണ്ട്. ഇന്ന് രാത്രി വിളിക്കുന്ന ദൈവജനത്തോട് എനിക്ക് പറയുവാനുള്ളത്, നിങ്ങൾ ആത്മാവിൽ നിറയപ്പെടണം, അന്യഭാഷയിൽ സംസാരിക്കണം. സ്തോത്രം. മിസൈലിന്റെ ശക്തിയേക്കാൾ എത്ര വലിയ ശക്തിയാ ദൈവാത്മാവിന്റെ ശക്തി. സ്തോത്രം. കോട്ടകളെ ഇടിക്കാൻ കഴിയുന്ന, ഒരു രാഷ്ട്രത്തെ ഇളക്കാൻ കഴിയുന്ന, ഒരു രാജ്യത്തെ ഇളക്കാൻ കഴിയുന്ന വലിയ ശക്തിയാണ് ദൈവത്തിന്റെ ആത്മാവിനുള്ളത്. ഒരു മനുഷ്യനെ രൂപാന്തരപ്പെടുത്താൻ ദൈവത്തിന്റെ ആത്മാവിന് കഴിയും. ആ ആത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ നാം ആത്മാവിൽ നിറയപ്പെടണം. സ്തോത്രം. ദൈവത്തിന്റെ വചനത്തിൽ 1, ദൈവാത്മാവ് നമ്മുടെ മേൽ വരും. 2, യോഹന്നാന്റെ സുവിശേഷം 20 അതിന് 22 വാക്യം വായിക്കുമ്പോൾ, യേശു അവരുടെ മേൽ ഊതി. യേശു പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ, റിസീവ് ദ ഹോളി സ്പിരിറ്റ്. അപ്പൊ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരും. 2, നമ്മളെല്ലാവരും പറയുന്ന പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. 3, പരിശുദ്ധാത്മാവിനെ റിസീവ് ചെയ്യണം, സ്വീകരിക്കണം. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണം. അത് പോരാ. ലൂക്കോസിന്റെ സുവിശേഷം 24 അതിന്റെ 49 വാക്യം ഒന്ന് വായിക്കാമോ? അവിടെ ഇങ്ങനെ വായിക്കുന്നു, അപ്പൊ ദൈവാത്മാവിനെ പ്രാപിക്കണം, ദൈവാത്മാവിനെ സ്വീകരിക്കണം, ദൈവാത്മാവ് നമ്മുടെ മേൽ വരും, ദൈവാത്മാവ് നമ്മിൽ അധിവസിക്കും, ദൈവാത്മാവ് നമ്മുടെ മേൽ ഇരിക്കും. ഇവിടെ വായിക്കുക, നിങ്ങൾ ഈ നഗരത്തിൽ പാർക്കണം. എന്ത് ചെയ്യണം? ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം, ശക്തി ധരിക്കുവോളം ദൈവവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, പുതിയ മനുഷ്യനെ ധരിക്കണം. ഈ ഷർട്ട് ധരിക്കുന്നത് പോലെ ക്രിസ്തുവിനെ ധരിക്കണം. ഈ വെള്ള ഷർട്ട് ഇരിക്കുന്ന ഒരാൾ നോക്കിയാൽ കാണുന്ന വെള്ള ഷർട്ട് അല്ലേ ബിസാറെ? ക്രിസ്തുവിനെ ധരിച്ചു എന്ന് പറഞ്ഞാൽ ആരെ കാണണം? ക്രിസ്തുവിനെയാണോ ഇന്ന് കാണുന്നത്? ഇവിടെ വായിച്ചത് പരിശുദ്ധാത്മാവിനെ എന്ത് ചെയ്യണം? ധരിക്കണം. എനിക്ക് ദൈവമക്കളോട് വളരെ വിനയത്തോട് ഓർപ്പിക്കാനുള്ളത്, നിങ്ങൾ ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ചൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ ഒരു സന്തോഷമില്ലാത്ത പോലെ എനിക്ക് തോന്നുന്നത്. നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ആയിരിക്കില്ല ഞാൻ പറയുന്നത്. ഞാനിപ്പോ എവിടെ ചെന്നാലും ഞാൻ ഈ ദൈവാത്മാവിനെ കുറിച്ച് കൂടുതൽ പറയുന്നത്. ഞാൻ ഒരു ലാംഗ്വേജ് പഠിപ്പിക്കുന്ന അധ്യാപകൻ എന്നുള്ള നിലയിൽ ക്ലാസ്സിലൊക്കെ നല്ല തമാശയൊക്കെ പറയുമായിരുന്നു. ഓർത്തോർത്ത് ചിരിക്കും. എറണാകുളത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്റ്റാൻലി പാസ്റ്റർ ഉണ്ട്. ആ പാസ്റ്റർ എപ്പോഴും, സാറേ അന്ന് പറഞ്ഞ തമാശയൊക്കെ എൻ്റെ ഭാര്യയുമായി പറഞ്ഞ് ചിരിക്കുകയൊക്കെ ചെയ്യും.
പക്ഷെ പിന്നീട് ഞാനിപ്പോൾ അങ്ങനെ തമാശ പറയത്തില്ല. അതിൻ്റെ കാരണം ദൈവത്തിന് ഇങ്ങനെ പറയുകയല്ല, പഠിച്ച് വന്നപ്പോൾ പൗലോസ് തീത്തോസിനോട് പറഞ്ഞു, നീ ഇത് പൂർണ്ണ ഗൗരവത്തോടെ പ്രസംഗിക്കണം. പ്രസംഗം ഒരു കോമഡി അല്ല, പ്രസംഗം തമാശയല്ല. സ്തോത്രം. കഴിഞ്ഞ ദിവസം ഒരു അമ്മാമ എന്നോട്, ഞാൻ ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു, യോഗത്തിന് പോയോ? എൻ്റെ സാറേ കയറി ഇരുന്ന പോലെ അവസാനം ചിരി ചൂപ്പാട് വന്നു. എന്തോ ഒരു തമാശയായിരുന്നു. അമ്മയ്ക്ക് അങ്ങ് വലിയ സന്തോഷമായി. ഞാൻ പറഞ്ഞു, അമ്മാമേ പ്രസംഗം കോമഡിയല്ല, പ്രസംഗം തമാശയല്ല, സുവിശേഷം നമ്മുടെ ആത്മാവിന്റെ പ്രശ്നമാണ്, നിത്യജീവന്റെ പ്രശ്നമാണ്. ആ നിത്യതയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നീ ഇത് പൂർണ്ണ ഗൗരവത്തോടെ പ്രസംഗിക്കണം. അത് ഇംഗ്ലീഷ് ഒന്നുകൂടെ ഉപയോഗിച്ചിട്ടുണ്ട്, വിത്ത് ഓൾ അതോറിറ്റി, അധികാരത്തോടെ സംസാരിക്കണം. ദൈവവചനം അധികാരത്തോടെ പറയണം. എനിക്കൊരു സ്വഭാവമുണ്ട്, ഇതൊക്കെ പഠിച്ചതിന് ശേഷം മനസ്സിലാക്കിയപ്പോൾ ദൈവാത്മാവ് ഒരു കാര്യം എന്നെ പഠിപ്പിച്ചു. നിങ്ങൾ ആരെന്നുള്ള എനിക്ക് വിഷയമല്ല. ദൈവത്തിലെ വചനം സംസാരിക്കുമ്പോൾ അധികാരത്തോട് സംസാരിക്കണം. ഇന്ന് രാത്രി എത്ര പേര് അത് അധികാരത്തോടെ ഏറ്റെടുക്കും? ആ വചനം ഏറ്റെടുക്കുവാൻ എത്ര പേര് തയ്യാറാകും? ആ വചനം അനുസരിക്കുവാൻ എത്ര പേരൊന്ന് തയ്യാറാകും? അവിടെയാ ദൈവത്തിന് നമ്മളുടെ വാഗ്ദത്തം നിവർത്തിയാക്കാൻ കഴിയുന്നത്. സ്തോത്രം. ദൈവവചനം വായിക്കണം. ഞാൻ എപ്പോഴും പറയും, റീഡ് ദ ബൈബിൾ. എന്നും വായിക്കണം. സഹോദരന്മാരും പ്രായമുള്ളവരും പ്രായം കുറഞ്ഞവരും എല്ലാവരും ഒരു ദിവസം ഒരു അധ്യായം വായിക്കണം, ഒരു ഭാഗമെങ്കിലും വായിക്കണം. നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്നും ബൈബിൾ വായിക്കും. അദ്ദേഹം പറയുന്നത്, എനിക്ക് നിയമസഭയിൽ ചെല്ലുമ്പോൾ പറയാനുള്ള പ്രചോദനമൊക്കെ ലഭിക്കുന്ന ഈ ബൈബിളിൽ നിന്നാണ്. ഒരു ഹിന്ദുവായ മനുഷ്യരങ്ങനെ പറഞ്ഞിരിക്കുന്നു, നമുക്ക് പ്രചോദനം വേറെ പലതിൽ നിന്നും അല്ല. ദൈവവചനം വായിക്കണം. റീഡ് ദ ബൈബിൾ. 2, സ്റ്റഡി ദ ബൈബിൾ. ദൈവവചനം പഠിക്കണം, പൊരുൾ തിരിച്ചു പഠിക്കണം. 3, മെഡിറ്റേറ്റ് ദ ബൈബിൾ. ദൈവവചനം ധ്യാനിക്കണം. ദൈവത്തിന്റെ വചനം വായിക്കുന്ന എങ്ങനെയാ? യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ. എത്ര പേരിന്റെ ഇടയ്ക്കിരിക്കുന്നവൻ ധ്യാനിക്കുന്നുണ്ട്? ഇന്ന് രാത്രി ഒരു തീരുമാനത്തോടെ കടന്നു പോകണം. ഞാൻ എന്നും ദൈവത്തിന്റെ വചനം വായിക്കുകയും പഠിക്കുകയും അത് ഞാൻ ധ്യാനിക്കുകയും ചെയ്യും. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. ഈ വചനത്തിന് പ്രത്യേകതയുണ്ട്. ഞാൻ ഈ ചെറുപ്പക്കാരുടെ ഇടയ്ക്ക് ദൈവം സംസാരിച്ച ഒരു കാര്യം പറയും. ഈ വചനം പറയുമ്പോഴേ വചനം ഒത്തിരി കാര്യം ചെയ്യുന്നുണ്ട്. പ്രധാനമായി 2 കാര്യം ചെയ്യുന്ന ഞാൻ പറയാം. ഒന്ന്, ഇറ്റ് മേക്സ് മാൻ വൈസ്. ഒരുവനെ ജ്ഞാനിയാക്കി മാറ്റും. നിങ്ങൾക്ക് ബുദ്ധി കുറവാണെന്ന് ആർക്കെങ്കിലും തോന്നിയാൽ ഈ ദൈവവചനം വായിച്ചാൽ മതി. അത് നമുക്ക് ജ്ഞാനം നൽകും, അറിവ് നൽകും, ബുദ്ധി നൽകും. പ്രൈസ് ദി ലോർഡ്. വിസ്ഡം, നോളജ്, അണ്ടർസ്റ്റാൻഡിങ്. വിസ്ഡം, നോളജ്, അണ്ടർസ്റ്റാൻഡിങ്. ഈ 3 കാര്യങ്ങളും ദൈവവചനം നമുക്ക് നൽകുമെന്നേ. എന്നും വായിക്കണം, എന്നും പഠിക്കണം, എന്നും ധ്യാനിക്കണം. 4, ഒബേ ദ ബൈബിൾ. ദൈവവചനം അനുസരിക്കണം. ദൈവവചനം അനുസരിക്കണം. ഈ കേൾക്കുന്നൊക്കെ അത് അനുസരിക്കാനാ. ഇതിനകത്ത് എത്ര പേര് എനിക്കറിയാം, മിക്ക ആളുകളും അതങ്ങ് ഇഗ്നോർ ചെയ്യുക, നിഗ്ലക്ട് ചെയ്യുക, അവഗണിക്കരുത് ഒരിക്കലും. ആര് പറഞ്ഞാലും ദൈവവചനമല്ലേ പറയുന്നത്. ആര് പറയുന്നു എന്നുള്ളതല്ല വിഷയം, ആരെക്കുറിച്ച് എന്തു പറയുന്നു എന്നുള്ളതാ പ്രാധാന്യമെങ്കിൽ ഇന്ന് രാത്രി വചനം പറയുമ്പോൾ ആ വചനം അംഗീകരിക്കുവാൻ തയ്യാറാകണം. ഒബേ ദ ബൈബിൾ. 5ാമത്തെ കാര്യം, കണ്ടിന്യൂ ഇൻ ദ ബൈബിൾ. കണ്ടിന്യൂ ഇൻ ദ ബൈബിൾ. ദൈവവചനത്തിൽ നിലനിൽക്കുക. ഇന്ന് രാത്രി ഇവിടെ വന്ന ദൈവമക്കളോട് എനിക്ക് പറയാനുള്ളത്, വളരെ വിനയത്തോട് ഓർപ്പിക്കാനുള്ളത്, നിങ്ങൾ വചനം വായിക്കുകയും പഠിക്കുകയും അത് ധ്യാനിക്കുകയും അതനുസരിക്കുകയും അതിൽ നിലനിൽക്കുകയും ചെയ്യണം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൽ നിലനിൽക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.
യഹൂദന്മാർ യേശു ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ കണ്ട് യേശുക്രിസ്തുവിൽ ആകൃഷ്ടരായി വിശ്വസിച്ചപ്പോൾ തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു പറഞ്ഞെങ്ങനെയാ? നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ. ഇവിടേക്ക് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആരാണെന്നോ എന്താണെന്നോ എനിക്കറിയത്തില്ല. ഞാൻ ആ നിമിഷം ചോദ്യമൊക്കെ ചോദിക്കാം, എനിക്കൊരു വിഷയമല്ല. എനിക്ക് നിങ്ങളെല്ലാം നല്ല പരിചയമുള്ളവർ. ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയാം. 2 കാരണത്താലാണ്. ഒന്ന്, ഫ്രം മൈ ഓൺ എക്സ്പീരിയൻസ്. 2, ഞാൻ ദൈവാത്മാവുള്ള ദൈവദാസനാണ്. ദൈവാത്മാവിൽ വിവേചിച്ചറിയും ആരൊക്കെ ഗ്രഹിക്കുന്നുണ്ട്, ആരൊക്കെ മനസ്സിലാക്കുന്നുണ്ട്, ആരുടെയൊക്കെ ഹൃദയത്തിൽ ഇത് പതിയുന്നുണ്ട്. ഇല്ല എന്ന് കേട്ടാൽ ആ നിമിഷം ഞാൻ ചോദ്യം ചോദിക്കും. നമ്മൾ എന്തിനാ ഇന്ന് രാത്രി ഇവിടെ വന്നത്? പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇന്ന് സഭായത്തിൽ പോയി സങ്കീർത്തനം വായിച്ച് പ്രസംഗിച്ചു. അത് കഴിഞ്ഞിട്ട് പ്രസംഗിച്ച ഒരു വിഷയം. അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് പെട്ടെന്ന് ഭക്ഷണം കഴിച്ച് ഓടി ഞങ്ങൾ ഏനാത്ത് പോയി ഒരു ക്ലാസ് എടുത്തു. തിരിച്ചിവിടെ വന്നു, വേഗത്തിൽ ഓടി ഇവിടെ വന്നു. എനിക്ക് വലിയ സന്തോഷമാ. ഈ വചനം പറയുന്ന വലിയ ആവേശമാ. ഇത് ജീവൻ 2 പ്രാവശ്യം മരിച്ചു പോയതാണെന്നേ. 2015 അറ്റാക്ക് വന്ന്, മേജർ അറ്റാക്ക് വന്ന് മരിച്ചതാ. കൊട്ടാരക്കര വിദ്യാ ഹോസ്പിറ്റലിലെ കാർഡിയോളജിസ്റ്റ് സോളി ഡോക്ടർ പറഞ്ഞു, നിങ്ങളൊരു ദൈവ മനുഷ്യനാ, നിങ്ങൾ മരിച്ചു പോകേണ്ടതായിരുന്നു, നിങ്ങൾ മരിച്ചില്ല. സ്തോത്രം. ദൈവം എനിക്ക് ആയുസ് എന്തിനാ? വെറുതെ തിന്നു കുടിച്ച് സുഖമായി ജീവിക്കാനല്ല, എൻ്റെ യേശുവിനെ കുറിച്ച് പറയാനാ. 2022 ന്യൂറോ പ്രോബ്ലം ഉണ്ടായി. രാത്രി മരിച്ച ഒരു 10 മിനിറ്റ് ഡോക്ടർ പറഞ്ഞിങ്ങനെ, ന്യൂറോളജിസ്റ്റ് 10 മിനിറ്റ് കൂടെ അങ്ങനെ കിടന്നിരുന്ന ആൾ മരിച്ചു പോകായിരുന്നു. അപ്പൊ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോട് നെഹോട് പ്രവൃത്തികളെ വർണ്ണിക്കും. ദീർഘായുസോട് ഞാൻ നിനക്ക് തൃപ്തി വരുത്തും. എൻ്റെ രക്ഷയെ അവന് കാണിച്ചു കൊടുക്കും. മെഷീനിലേക്ക് ആ കൈ വീണപ്പോഴും ദൈവം വിടിവിച്ചത് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. അവരെ കുറിച്ച് സാക്ഷിക്കാനാ. പ്രൈസ് ദി ലോർഡ്. ഞാനോട് ഇങ്ങനെ പാടും, യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വച്ചിടും രക്ഷകനായി, അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും. ഓ ഹല്ലേലൂയ. എല്ലാവരും ഈ പാട്ട് പാടരുത്. തീരുമാനമെടുത്തിട്ടുള്ളവർ മാത്രമേ ഈ പാട്ട് പാടാവൂ. ഇന്ന് രാത്രി എന്നോടുകൂടെ തീരുമാനമെടുക്കുന്നവർക്ക് ഈ പാട്ട് പാടാം. ഞാൻ യേശുവിനായി യാത്ര ചെയ്യും, ക്രൂശെ നോക്കി യാത്ര ചെയ്യും. എൻ്റെ ജീവിത അന്ത്യം വരെ, കൈകാലുകൾ ചലിപ്പിക്കുവാൻ കഴിയുന്നവരെ, നാവ് ചലിപ്പിക്കുവാൻ കഴിയുന്നതുവരെ, ഓർമ്മയുള്ളിടത്തോളം കാലം ഞാൻ യേശുവിനെ കുറിച്ച് പറയും, പാടും. ഈ വചനം ഞാൻ പ്രസംഗിക്കും. പ്രൈസ് ദി ലോർഡ്. എന്നോട് ചേർന്ന് പാടാം. യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വച്ചിടും രക്ഷകനായി, അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനായി, അന്ത്യശ്വാസം വരെ. ഈ വചനം വായിക്കണം, ഇത് പഠിക്കണം, ഇത് ധ്യാനിക്കണം, ഇത് അനുസരിക്കണം, ഈ വചനത്തിൽ നിലനിൽക്കണം. സ്തോത്രം. അപ്പൊ ദൈവത്തിന്റെ വചനം, ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഇറ്റ് മേക്സ് മാൻ വൈസ്, ഒരുവനെ ജ്ഞാനിയാക്കും. നിങ്ങൾക്ക് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് ചോദിച്ചാൽ മതി. ഈ വചന ദിവസവും വായിച്ചാൽ മതി. 2, ഇറ്റ് മേക്സ് മാൻ പെർഫെക്റ്റ് ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ ഒരുവനെ തികഞ്ഞവനാക്കും. ദൈവജനം വായിക്കണം, ധ്യാനിച്ചാൽ ഇത് നമ്മെ ജ്ഞാനിയാക്കും. ദൈവജനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്താൽ നമ്മെ ക്രിസ്തുവിൽ തികഞ്ഞവനാക്കും. അതിലേക്ക് നയിക്കുന്നതാ ദൈവത്തിന്റെ വചനം. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, ആത്മാവിനെ പ്രാപിക്കണം, ആത്മാവിനെ റിസീവ് ചെയ്യണം. ആത്മാവ് നമ്മുടെ മേൽ വരും.
ദൈവാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കുകയില്ല. ഒന്നും സംഭവിക്കുകയില്ല മോനെ, ഒന്നും സംഭവിക്കുകയില്ല. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിച്ചിട്ട്, ദൈവാത്മാവ് ഒരുവല്ലേ കടന്നു വരുമ്പോൾ അവന് ശക്തി ലഭിക്കും. സ്തോത്രം, ഹല്ലേലൂയ. ശാരീരിക ക്ഷീണങ്ങളൊക്കെ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് ശാരീരികമായിട്ട്? കഴിഞ്ഞിടയ്ക്ക് ഞാൻ കണ്ടപ്പോൾ ശാരീരിക അസ്വസ്ഥത ഇപ്പൊ മാറി. എന്താ കാരണം എന്നറിയാമോ? ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല എന്ന് പറയേണ്ടതിന് ഈ മൺകൂടാരങ്ങൾ അത് വസിക്കുക. ഹല്ലേലൂയ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകും. എന്നെ ശക്തീകരിക്കുന്ന ഒരു ശക്തി, എന്നെ ശക്തീകരിക്കുന്ന ഒരു കർത്താവ്, എന്നെ ശക്തീകരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ്. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് അനുഭവം പറയാൻ കഴിയും? ഈ ആത്മാവിനെ പ്രാപിക്കണമെന്നേ, ഈ ആത്മാവിനെ പ്രാപിക്കണം, ആത്മാവിന്റെ ശക്തി പ്രാപിക്കണം. ഈ ആത്മാവിന്റെ ശക്തിയില്ലാതെ ജീവിക്കാൻ കഴിയത്തില്ല പ്രിയമുള്ളവരെ. നമ്മുടെ കർത്താവിനെ കുറിച്ച് പറഞ്ഞാൽ ഒരു വാക്യം വായിച്ചാട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം അതിൽ 1-ാം വാക്യം വായിക്കാം. മതി മതി മതി. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. യേശു ഇങ്ങോട്ട് നോക്കട്ടെ. കർത്താവും ഗുരുവുമായവനായി യേശു ദൈവമാണ്. യേശു പരിശുദ്ധാത്മാവിൽ നിറയണമായിരുന്നോ? നിറയണമായിരുന്നോ? ആയിരുന്നോ സജിപാസേ? യേശു ദൈവമല്ലേ? യേശു പരിശുദ്ധാത്മാവിൽ നിറയണമായിരുന്നുവോ? മനുഷ്യൻ എന്നുള്ള നിലയിൽ അവൻ പരിശുദ്ധാത്മാവിൽ നിറയപ്പെടണം. ശുശ്രൂഷയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മ നിറവ് ആവശ്യമാണ്. നമ്മളോട് വായിക്കുന്ന യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. അപ്പൊ പരിശുദ്ധാത്മ നിറവ് മറക്കല്ലേ. 2, ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. ആത്മ നടത്തിപ്പ് വേണം, ആത്മ നിറവ് വേണം. 2, ആത്മ നടത്തിപ്പ്. ദൈവാത്മാവ് നടത്തണം. നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ കാര്യം ഓർത്ത് ഓരോ കാര്യം ചെയ്ത് അങ്ങ് പോകുക. നമ്മൾ തീരുമാനിക്കുന്ന പോലെ അല്ല. നടത്തിപ്പ് നമ്മുടെ ആത്മാവിന് വിട്ടുകൊടുക്കണം, ആത്മാവിന് വിട്ടുകൊടുക്കണം. സ്തോത്രം. ആത്മ നടത്തിപ്പ്. 3, അതിന്റെ 14-ാം വാക്യം ഒന്ന് വായിച്ചേ. 4-14-ാം വാക്യം. യേശു ആത്മാവിന്റെ ശക്തിയോടെ, യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞു. 2, ആത്മാവ് അവനെ നടത്തി. 3, ആത്മാവിന്റെ ശക്തിയോടെ. ദൈവമക്കളെ, നമുക്ക് ഈ നാളുകൾ ആവശ്യമായിരിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. വിളിക്കുന്ന എല്ലാവരും അഭിഷേകം പ്രാപിച്ചാൽ, എല്ലാവരും ആത്മാവിൽ നിറയപ്പെട്ടാൽ നിങ്ങളിങ്ങനെ ഇരിക്കുകയല്ലെന്നേ. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ദൈവസന്നിധി വരുമ്പോൾ മാത്രം ഒരു പ്രസ്റ്റീജ് ഇഷ്യൂസും ഇല്ല. ഓ ദ വാട്ട് ഗ്രേറ്റ്. ദൈവമേ അങ്ങ് വലിയവൻ, അങ്ങയുടെ മുൻപാകെ സമർപ്പിക്കുന്നതാണ്. ഓ ഹല്ലേലൂയ. വലിയവനായിരുന്ന ശൗൽ ദൈവം അവനെ തൊട്ട് കഴിഞ്ഞപ്പോൾ അവൻ പറയുക, ഞാൻ വലിയവനല്ല, ഞാൻ ഏറ്റവും ചെറിയവൻ. അങ്ങനെ പൗലോസ് എന്ന പേര് സ്വീകരിച്ചത്. ദൈവസന്നിധിയിലേക്ക് ഇന്ന് രാത്രി എത്ര പേര് സമർപ്പിക്കുവാൻ തയ്യാറാകും? ദൈവാത്മാവിനെ പ്രാപിക്കുവാൻ എത്ര പേര് തയ്യാറാകും? അതിന് 18-ാമത്തെ വാക്യം വായിക്കുമ്പോൾ 4:18 എന്താ അവിടെ വായിക്കുന്നത്? ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്യുകയാൽ. മതി മതി. സുവിശേഷം അറിയിക്കാൻ അഭിഷേകം ചെയ്തു. ഞാൻ ഈ അടുത്ത കാലങ്ങളിൽ നമ്മുടെ മൊബൈൽ ഫേസ്ബുക്ക് ഒക്കെ എടുക്കുമ്പോൾ ഇഷ്ടംപോലെ പരസ്യങ്ങൾ, ധാരാളം ആളുകളുടെ പരസ്യങ്ങൾ ശ്രദ്ധിക്കാണ്. ഞാനും കഴിഞ്ഞ ദിവസം പോയി പരസ്യത്തിൽ പ്രസംഗിച്ചു. അപ്പൊ ഞാൻ ചിന്തിക്കുക, എല്ലാവരും ഈ അഭിഷേകം പ്രാപിച്ചവരാണോ? ഇതിനെന്ത് വേണം? അഭിഷേകം വേണം. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ അനോയിന്റിങ് ഉള്ളവരായിരിക്കണം, അഭിഷേകം പ്രാപിക്കണമെന്നേ. സ്തോത്രം. എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്, ദൈവമേ എനിക്ക് ഈ അഭിഷേകം വേണം.
എനിക്ക് ഈ അഭിഷേകം വേണം. കരം ഉയർത്തി ദൈവസന്നിധിയിൽ ഒന്ന് പറഞ്ഞാട്ടെ, എനിക്ക് ഈ അഭിഷേകം വേണം. എനിക്ക് അഭിഷേകത്തിന്റെ ശക്തി ആവശ്യമാണ്. നിന്റെ ശക്തി കൂടാതെ ഈ ദുഷ്ടലോകത്തിൽ എനിക്ക് ജീവിക്കുവാൻ കഴിയുകയില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, പൗലോസ് പറഞ്ഞു, എനിക്ക് ജീവിക്കുന്ന ക്രിസ്തു, മരിക്കുന്നത് ലാഭം. ഒരു നിമിഷമേ ജീവിച്ചുള്ളൂവെങ്കിലും ഞാൻ യേശുവിനായി ജീവിക്കും. അല്ല, മരിക്കട്ടെ, അത് ലാഭമായി. എങ്ങനെയാ മരണം ലാഭമാകുന്നത്? ഈ ദുഷ്ടത നിറഞ്ഞ ലോകത്തിൽ ഒരു നിമിഷം കൂടെ ജീവിച്ച് വിശ്വാസം നഷ്ടപ്പെട്ട് നിത്യ നരകത്തിൽ പോകുന്നതിനേക്കാൾ ഒരു നിമിഷത്തിനുമേ മരിച്ച് നിത്യ സൗഭാഗ്യത്തിൽ ചേർക്കപ്പെടുവാൻ കഴിയുമെങ്കിൽ അത് ലാഭകരമായ ഒരു കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ ദുഷ്ടത നിറഞ്ഞ ലോകത്തിൽ ജീവിച്ച് നമ്മുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകരുത്. ഗ്ലോറി, ഹല്ലേലൂയ. അഭിഷേകം നമുക്ക് ആവശ്യമാണ്. ദൈവം വാഗ്ദത്തം ചെയ്തതാ. ഇന്ന് രാത്രി പ്രാർത്ഥിക്കണം, കർത്താവേ, അങ്ങ് വാഗ്ദത്തം ചെയ്ത ഈ അഭിഷേകം എനിക്ക് തരണമേ. അഭിഷേകത്തിന്റെ ശക്തി എനിക്ക് തരണമേ. ഞാൻ ഈ കഴിഞ്ഞ ജനുവരി മാസം പത്തനാപുരത്ത് ഒരു കൂട്ടായ്മ യോഗത്തിൽ സംബന്ധിച്ചു. ഒരു 10-50 പേരുണ്ട്. പെന്തക്കോസ്തുകാരിൽ കൂടുതൽ സമുദായക്കാരാ, വർത്തമാനക്കാരും യാക്കോബക്കാരും ഒക്കെ വന്നു. ഞാൻ അവിടെ സംസാരിച്ചു വന്നു കൂടെ ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞു. അഭിഷേകം വേണ്ടവർ. അപ്പോഴത്തേക്ക് ഈ സമുദായക്കാരെ ആളുകളെല്ലാം താല്പര്യത്തോടെ കൈ ഉയർത്തി അങ്ങ് മുട്ടുകുത്തി. ഞാൻ ആവശ്യപ്പെട്ടിട്ടല്ല. അവർ പറയുക, ഈ അഭിഷേകം എനിക്ക് വേണം, ഈ ശക്തി എനിക്ക് വേണം, ഈ അത്യന്ത ശക്തി എനിക്ക് വേണം. ഇത് വേണ്ടാത്ത പെന്തക്കോസ്തുകാർക്കാ. സ്തോത്രം. ഇന്ന് രാത്രി എത്ര പേർക്ക് ഈ ശക്തി ആവശ്യമാണ്? എത്ര പേര് ദൈവത്തോട് പ്രാർത്ഥിക്കും, ദൈവമേ, അങ്ങ് വാഗ്ദത്തം ചെയ്ത ആ ശക്തി എനിക്ക് നൽകണമേ, അതിനെ ധരിക്കുവാൻ എന്നെ സഹായിക്കണമേ, അവിടുത്തെ ശക്തി എന്നിലേക്കൊന്ന് കടന്നു വരട്ടെ. ഓ, ഇന്ന് രാത്രി നാം വന്നത് വെറുതെ അല്ല. ദൈവാത്മാവിന്റെ ശക്തി പ്രാപിച്ചവരായി കടന്നു പോകുവാൻ ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഒന്ന്, ആത്മീകമായ വിഷയം, അത് സംബന്ധിച്ചുള്ള ഒരു വാഗ്ദത്തം, പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ചുള്ള ഒരു വാഗ്ദത്തം. രണ്ടാമത്തെ വാഗ്ദത്തം ഒരു ഭൗതിക വിഷയമാണ്. ഞാൻ ആദ്യം പറഞ്ഞ ആത്മീക വിഷയം. അതെന്താ വാഗ്ദത്തം? പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള വാഗ്ദത്തം. ഞാൻ വളരെ വിനയത്തോട് നിങ്ങളോട് പിന്നെ ഓർപ്പിക്കുക, ഇന്ന് രാത്രി ഈ അഭിഷേകം പ്രാപിച്ചിട്ടില്ലാത്തവർ അഭിഷേകം പ്രാപിച്ചേ മടങ്ങാവൂ. ഒരിക്കൽ ഇത് പ്രാപിച്ചിട്ട് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തോട് പ്രാർത്ഥിക്കണം, ദൈവമേ, ആത്മാവിനെ എനിക്ക് തിരികെ തരണമേ, ആ ശക്തി എനിക്ക് മടക്കി തരണമേ, നിന്റെ ആത്മാവിനാൽ എന്നെ താങ്ങണമേ കർത്താവേ, നിന്റെ ശക്തിയാൽ എന്നെ നിറയ്ക്കണമേ കർത്താവേ, നിന്റെ ശക്തിയോടെ ഞാൻ മടങ്ങിപ്പോകട്ടെ കർത്താവേ. ആ ശക്തി പ്രാപിക്കുവാൻ ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. രണ്ടാമത്, എനിക്ക് സമയം തീരുകയാണെങ്കിലും ആ വാക്യം ഒന്ന് വായിപ്പിച്ച ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 1, 2, 3 വാക്യങ്ങൾ വേഗത്തിൽ വായിക്കും. മൂന്ന് കാര്യങ്ങളാ പറഞ്ഞേ. എന്തൊക്കെയാ പറഞ്ഞേ? ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. 2, നിന്റെ പേർ വലുതാക്കും. 3, നീ ഒരു അനുഗ്രഹമായിരിക്കും. അടുത്ത വാക്യം കൂടെ ഒന്ന് വായിക്കാമോ? ഈ വാക്യമൊക്കെ വായിക്കുമ്പോൾ ചുമ്മാ ഞാൻ വായിച്ചു വിടത്തില്ല, അതിന് ധ്യാനിക്കും. കുറച്ചു നേരം ധ്യാനിച്ച് അതിൻ്റെ അർത്ഥമൊക്കെ ഒന്ന് ചിന്തിച്ച് ദൈവാത്മാവ് അതിൽ എന്താ ഉദ്ദേശിക്കുന്നത് അത് മനസ്സിലാക്കിയിട്ട് എഴുന്നേൽക്കൂ. അവിടെ നിങ്ങൾ ആ വായിച്ച് ശ്രദ്ധിച്ചോ? 1, നീ ഒരു അനുഗ്രഹമായിരിക്കും. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവത്തിന്റെ മക്കളോട് കർത്താവ് പറയുക, നീ ഒരു അനുഗ്രഹമായിരിക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. അബ്രഹാമേ, നീ ഒരു അനുഗ്രഹമായിരിക്കും. അബ്രഹാമിനോട് ഇങ്ങനെ പറയാൻ കാരണം എന്താ? അബ്രഹാം ആരാ? അബ്രഹാം ആരാന്ന് എന്നോട് ചോദിക്കും. ആരാന്ന്? ഇപ്പൊ എന്നോട് ചോദിക്കും ആരാന്ന്? അബ്രഹാം ആരാ?
അതൊരു ടൈറ്റിലാ കേട്ടോ, അതൊരു ടൈറ്റിലാ. അബ്രഹാം ആരാ? പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല. അബ്രഹാം ആരാണ്? അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതനാ. അബ്രഹാം ദൈവത്തിന്റെ, ഇന്ന് രാത്രി ഇവിടെ എത്ര സ്നേഹിതങ്ങളുണ്ട് ദൈവത്തിന്റെ? എത്ര പേർക്ക് പറയാം ഞാൻ ദൈവത്തിന്റെ സ്നേഹിതനാ, ഞാൻ ദൈവത്തിന്റെ സ്നേഹിതയാ? ഇന്ന് രാത്രി പറയുവാൻ കഴിയണം, ഞാൻ ദൈവത്തിന്റെ സ്നേഹിതയാണ്, ഞാൻ ദൈവത്തിന്റെ സ്നേഹിതനാണ്. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് പറയാൻ കഴിയും? അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതനാണ്. അബ്രഹാമേ, നീ ഒരു അനുഗ്രഹമായിരിക്കും. രണ്ട്, എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. മനസ്സിലായോ? മനസ്സിലായില്ല? നിന്നെ ആരനുഗ്രഹിക്കുമോ അവരെ അനുഗ്രഹം പ്രാപിക്കാൻ ഒരു എളുപ്പമാർഗം. നീ ദൈവത്തിന്റെ സ്നേഹിതനാ. ആരെങ്കിലും നിന്നെ അനുഗ്രഹിച്ചാൽ ഞാൻ അവരെ അനുഗ്രഹിക്കും. ഇന്ന് രാത്രി നമ്മുടെ അടുക്കൽ ഇരിക്കുന്ന ആൾ ഒരു ദൈവപൈതലാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ, ദൈവത്തിന്റെ സ്നേഹിതനാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ, നിങ്ങൾ കൈവച്ച് പറയൂ, ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു. അടുത്തിരിക്കുന്ന ആളുടെ തൊട്ട് പറയണം, ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് മനസ്സിലായി? എത്ര പേർക്ക് മനസ്സിലായി? അബ്രഹാമിനോട് പറയാൻ, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. ആരെങ്കിലും അബ്രഹാമിനെ ശപിച്ചാൽ അവരെ ഞാൻ ശപിക്കും. ഓ, എന്ത് വലിയ മർമ്മമാ ദൈവോട് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. നിന്നെ ആരെങ്കിലും അനുഗ്രഹിച്ചാൽ, ദൈവമേ അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണം എന്നൊന്നും പ്രാർത്ഥിക്കണ്ടെന്നേ. ഒരു ഭക്തനോട് നോക്കി പറഞ്ഞാൽ മതി, ഞാൻ അങ്ങേ അനുഗ്രഹിക്കുന്നു. ദൈവം അവനെ അനുഗ്രഹിക്കും. സ്തോത്രം, സ്തോത്രം. മോനെ, അത് മനസ്സിലായോ മോനെ? ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഞാൻ പറഞ്ഞ കേട്ടില്ല? കേട്ടില്ല? കേട്ടോ? കേൾക്കണം. സ്തോത്രം. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. അടുത്ത മൂന്നാമത്തെ കാര്യം ഇവിടെ പറഞ്ഞത്, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും, ഈ സകല വംശങ്ങളിൽ ഞാൻ നിങ്ങൾ ഉൾപ്പെടും. അങ്ങനെയാണെങ്കിൽ അബ്രഹാമിനെ പോലുള്ള ഒരു അനുഗ്രഹം നമുക്ക് കിട്ടിയിട്ടുണ്ടോ? ഇല്ല. അത് പ്രാപിക്കണ്ടേ? ദൈവം ഒരു വാഗ്ദത്തം ചെയ്തതാ. ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ ഉവ്വ ഉവ്വ എന്നും ഇല്ല ഇല്ല എന്നുമാ. ദൈവം ഒരിക്കലും ഭോഷ്ക്ക് പറയത്തില്ല. ദൈവം ഒരു കാര്യം പറഞ്ഞാൽ ഉറപ്പിച്ചാ പറയുന്നത്. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും എന്ത് ചെയ്യപ്പെടും? അനുഗ്രഹിക്കപ്പെടും. ദൈവം അബ്രഹാമിനോട് സംസാരിച്ചു. പിന്നെ ദൈവം അബ്രഹാമിനോട് സംസാരിച്ചില്ല. അതെന്താ സംസാരിക്കാഞ്ഞെന്നറിയോ? വായിക്കാം 13-ാം അധ്യായം, അതിന്റെ 14-ാമത്തെ വാക്യം. എന്റെ സമയം തീരുന്നവരെ ഞാൻ പറയും. നിക്കണേ. ലോത്ത് അബ്രഹാമെന്നില്ല, ഉണ്ടോ? അബ്രാമിനെ വിട്ടുപിരിഞ്ഞ ശേഷം യഹോവ അബ്രാമിനോട് അതുവരെ സംസാരിച്ചില്ല. ഇന്ന് രാത്രി വിളിക്കുന്നോട് ദൈവാത്മാവ് ചിലരോട് പറയുക, ദൈവം ഈ നാളുകളിൽ ചിലരോട് സംസാരിക്കുന്നില്ല. എന്തേ സംസാരിക്കാത്തത്? ചിലത് വിട്ടുപിരിയണം. ലോത്ത് കൂടെ ഉള്ളിടത്തോളം കാലം ദൈവം സംസാരിക്കയില്ല. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? എത്ര പേർ സമ്മതിക്കുന്നുണ്ട്? ലോത്ത് കൂടെ ഉള്ളിടത്തോളം കാലം ദൈവം എന്ത് ചെയ്യത്തില്ല? സംസാരിക്കയില്ല. അബ്രഹാം 3 കൂട്ടരെ വിടണമായിരുന്നു. ആരൊക്കെയാണെന്നറിയോ? തേരഹിനെ വിടണമായിരുന്നു, ഹാരാൻ വിടണമായിരുന്നു, ലോത്തിനെ വിടണമായിരുന്നു. തേരഹ് എന്ന പേരിന്റെ അർത്ഥം ഡിലേ, താമസം. ദൈവാത്മാവ് ചിലരോട് പറയുന്നത്, നമ്മൾ വരുത്തുന്ന ഡിലേ നമ്മുടെ അനുഗ്രഹത്തിന് തടസ്സമാണ്. ഇന്ന് രാത്രി പറയുന്ന, ദൈവമേ, ഞാൻ ഒത്തിരി ഡിലേ വരുത്തിയിട്ടുണ്ട്, ഇനി ഞാൻ ഡിലേ വരുത്തത്തില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവം അനുഗ്രഹിക്കുവാൻ വന്നു നിൽക്കുമ്പോൾ തന്നെ നമ്മൾ വരുത്തുന്ന ഡിലേ നിമിത്തം ചില അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ കഴിയാതെ പോകുന്നുണ്ട്. സ്തോത്രം,
സ്തോത്രം. ദൈവസന്നിധിയിൽ എത്ര പേരൊന്ന് പറയും, ദൈവമേ ഞാൻ വരുത്തിയ ഡിലേ ഇനി ഒരിക്കലും വരുത്ത. കാരണം ദൈവം നമുക്ക് തരുന്ന അവസരങ്ങൾ, യാക്കോബിന്റെ ലേഖനം പഠിക്കുമ്പോൾ അവസരം പാഴാക്കുന്ന പാപമാണെന്ന. അവസരം പാഴാക്കുന്നത് പാപമാ. എത്രയോ അവസരങ്ങൾ, ദൈവമായിട്ട് ഇടപെടാനുള്ള എത്രയോ അവസരങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തി, ഡിലേ വരുത്തി. ഇന്ന് രാത്രി ദൈവത്തോട് പറയുമോ, കർത്താവേ ഞാൻ വരുത്തിയ ഡിലേ നിമിത്തം എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ നഷ്ടമായി പോയി, ഞാൻ ഒരിക്കലും ഇനി ഡിലേ വരുത്തിയില്ല. 2, ഹാരാൻ. ഹാരാൻ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്ന്, ഡ്രോട്ട് എന്ന വരൾച്ചയുള്ളത്, വരണ്ടത്. ആത്മീയ ജീവിതത്തിൽ വരണ്ടത് പാടില്ല. എന്താ വരൾച്ച കാരണം? നീരോട്ടമില്ലാത്തതുകൊണ്ടാ, വെള്ളമില്ലാത്തതുകൊണ്ടാ, ജലാംശമില്ലാത്തതുകൊണ്ടാ. ഇന്ന് രാത്രി വളരെ ശക്തമായി ഞാനൊരു കാര്യം പറയട്ടെ, പലപ്പോഴും നമ്മുടെ ജീവിതം ഡ്രൈ ആയി പോകുന്നതിന്റെ കാരണം പരിശുദ്ധാത്മാവുന്ന ജലം നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തതാണ്. എല്ലാവർക്കും ഉണ്ട്, ഭൗതിക നന്മകളൊക്കെ ഉണ്ട്, എല്ലാം ഒരുപാടുണ്ട്. പക്ഷെ ആത്മീയ ജീവിതത്തിൽ വരണ്ട അവസ്ഥ, കൈയടിക്കാൻ പറ്റാത്ത, പ്രാർത്ഥിക്കാൻ പറ്റാത്ത, ഒരു സ്തോത്രം പറയാൻ പറ്റാത്ത, സന്തോഷിക്കാൻ പറ്റാത്ത വരണ്ട അവസ്ഥ ദൈവാത്മാവ് ചിലരെ നോക്കിയാ പറയുന്നത്. ഇന്ന് രാത്രി സമ്മതിക്കണം, കർത്താവേ എന്റെ വരണ്ട അവസ്ഥകളെല്ലാം മാറ്റണമേ കർത്താവ്, വരണ്ട അവസ്ഥകളെല്ലാം മാറ്റണമേ. ഫലഭൂയിഷ്ടമായ അനുഭവം ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും കർത്താവ് എനിക്ക് തരണമെന്ന് ഇന്ന് രാത്രി നമുക്ക് പ്രാർത്ഥിക്കാം. എത്ര പേർ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകും? ശബ്ദമുയർത്തി ദൈവത്തോട് പ്രാർത്ഥിക്കണം, ദൈവമേ എന്റെ വരണ്ട അവസ്ഥകളെല്ലാം മാറ്റണമേ. തലമുറകളെ കുറിച്ച് വലിയ പ്രതീക്ഷയുണ്ട്, പക്ഷെ വേണ്ടതുപോലെ ഫലം കായ്ക്കുവാൻ കഴിയാതെ, ഫലം പ്രയോജനപ്പെടുത്താൻ കഴിയാതെ വരണ്ടു പോകുന്ന അനുഭവം. ദൈവാത്മാവിന്റെ സാന്നിധ്യമില്ലാത്തതാണ് അതിന് കാരണമെങ്കിൽ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുമോ, ദൈവമേ എന്റെ വരണ്ട അവസ്ഥകളെല്ലാം മാറിപ്പോകട്ടെ. എന്റെ കുടുംബത്തിന്റെ വരണ്ട അവസ്ഥകൾ, എന്റെ കുഞ്ഞുങ്ങളുടെ വരണ്ട അവസ്ഥകൾ, നന്മ പ്രാപിക്കാൻ കഴിയാത്ത അനുഭവങ്ങൾ, ഫലഭൂയിഷ്ടമായ അനുഭവം പ്രാപിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ, വരണ്ട അവസ്ഥകൾ. ദൈവം ഇടപെടത്തില്ല, ദൈവം സംസാരിക്കില്ല. ദൈവാത്മാവിനെ പ്രാപിക്കാതെ ദൈവമായിട്ട് നമുക്ക് അങ്ങനെ ബന്ധപ്പെടാൻ കഴിയത്തില്ല പ്രിയമുള്ളവരെ. സ്തോത്രം. ദൈവത്തിൻ്റെ വാക്കാണ്, അന്യഭാഷ സംസാരിക്കുന്നവൻ മനുഷ്യനോടല്ല ദൈവത്തോടത്രേ. അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുക. അന്യഭാഷ സംസാരിക്കണം. നിങ്ങൾ എന്റെ കുഞ്ഞുങ്ങളോട് ഞാൻ പറയും, നിങ്ങൾ അഭിഷേകം പ്രാപിക്കണം, കൃപകൾ പ്രാപിക്കണം. നിങ്ങൾ എത്ര മിടുക്കരാണെങ്കിലും, എത്ര ഉന്നത ബിരുദമുണ്ടെങ്കിലും, ഉന്നത ജോലി ഉണ്ടെങ്കിലും നിങ്ങൾ അഭിഷേകം പ്രാപിക്കണം. അഭിഷേകം പ്രാപിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലെ ട്രമൻഡസ് ചേഞ്ചാ ഉണ്ടാകുന്നത്. ഭയങ്കരമായ മാറ്റമാണ് ജീവിതത്തിൽ ഉണ്ടാകുന്നത്. എനിക്ക് അനേകരെ അറിയാം, അഭിഷേകം പ്രാപിച്ച അനേക ചെറുപ്പക്കാരുടെ ജീവിതം ഉന്നത ജോലിയൊക്കെ ഉള്ളവരാ, പക്ഷെ അവരുടെ ജീവിതത്തിലെ മാറ്റം കണ്ട് ഞാൻ ദൈവത്തെ സ്തുതിച്ചിട്ടുണ്ട്. ഞങ്ങളൊക്കെ പലയിടങ്ങളിൽ പോകുന്നവരല്ലേ, കൂട്ടായ്മകൾ പോകുന്നവരല്ലേ, അനേകരെ കാണാറുണ്ട്. ഇന്ന് രാത്രി വിനയത്തോടെ നിങ്ങളോട് ഞാനൊന്ന് പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര മാറ്റം, എ ഗ്രേറ്റ് റെവല്യൂഷൻ ഷുഡ് ബി ടേക്കൺ പ്ലേസ്. വലിയ ഒരു വിപ്ലവം തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം, ഒരു വലിയ മാറ്റം ഉണ്ടാകണം. എന്ത് ചെയ്യണം? അഭിഷേകം പ്രാപിക്കണം, അല്ലെ ഭാഷയിൽ സംസാരിക്കണം, വിവിധ കൃപാവരങ്ങൾ നമുക്കുണ്ടാകണം. സ്തോത്രം. എത്ര പേര് അതിനു വേണ്ടി ആഗ്രഹിക്കും പ്രിയമുള്ളവർ. മൂന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞത് ലോത്ത്. ലോത്ത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം വെയിൽ, മൂടുപടമെന്ന. എന്താ എൻ്റെ അർത്ഥം എന്നറിയാമോ? ഈ ദൈവസന്നിധി വരുമ്പോൾ ഒരു മൂടുപടത്തിൻ്റെയും ആവശ്യമില്ല. അവന്റെ സന്നിധി സകലവും നഗ്നവും മലർന്നതുമാ, ഒന്നും ഒളിച്ചു വെക്കേണ്ട കാര്യമില്ല. ദൈവത്തിന്റെ സന്നിധി നമുക്കൊന്നും മറയ്ക്കാനില്ല പ്രിയമുള്ളവരെ. അവൻ നമ്മെ മുഴുവനായി കാണുന്നവരാ. നമ്മുടെ സ്വഭാവം അറിയാവുന്നവൻ, നമ്മുടെ പേരറിയാവുന്നവൻ, നമ്മുടെ വീടറിയാവുന്നവൻ, നമ്മുടെ പേരൻസിനെ അറിയാവുന്നവൻ. ബൈബിളിലൊരു വാക്യമുണ്ട്, ഇത്ര വയസ്സുള്ള ഇളയ കാള പോട്ടെ, ആ കാളയുടെ വയസ്സ് വരെ ദൈവത്തിന് അറിയാം. രാത്രി പിടിക്കുന്ന എന്നെ നിങ്ങളെ നന്നായി അറിയുന്ന ദൈവത്തിന്റെ സന്നിധിയിലാണ് നാം ഇരിക്കുന്നത്. ഒന്നും മറയ്ക്കരുത്, മറയ്ക്കരുത്. സ്തോത്രം. നമുക്ക് ഇന്ന് രാത്രി പറയാം, കർത്താവേ തേരകൻ ഇത് മാറിപ്പോകട്ടെ, വരണ്ട അവസ്ഥകളെല്ലാം മാറിപ്പോകട്ടെ.
മൂടുപടമെല്ലാം എന്നിൽ നിന്ന് മാറിപ്പോകട്ടെ. ലോത്ത് വിട്ടുപിരിഞ്ഞ ശേഷം ദൈവം അബ്രാഹാമിനോട് സംസാരിച്ചു. ചിലത് വിട്ടുപിരിയുമ്പോൾ 3 പദം ശ്രദ്ധേയമാണ്. 1 വിട്ടുകളയുക, 2 നീക്കിക്കളയുക, 3 ഉപേക്ഷിക്കുക. എനിക്ക് വാക്യം വായിക്കാനുണ്ട്, ഇന്ന് വായിപ്പിക്കുന്നില്ല, സമയമില്ല. ചില സ്വഭാവങ്ങളൊക്കെ വിട്ടുകളയണമെന്നേ നമ്മളുണ്ടെന്നേ, ഇല്ലെന്ന് പറയാൻ പറ്റും. നിങ്ങളോ ഇപ്പോഴും കൊലോസ്യ ലേഖനത്തിൽ പറയുക, കൊലോസ്യന് വിശ്വാസമുള്ളോടാ പറയുന്നത്, നമ്മളോട് പറയുന്നതായിട്ട് കരുതിക്കും. ഇപ്പോഴോ നിങ്ങളും കോപം, അപ്പൊ കോപമുണ്ട് അല്ലേ? കോപമുണ്ട്, സമ്മതിച്ച്. കോപം, അതിനേക്കാൾ സൂപ്പർലേറ്റീവ് ഡിഗ്രിയാ ക്രോധം, ശാഠ്യം, ശാഠ്യ സ്വഭാവം, നമുക്കൊക്കെ ഉണ്ട് ശഠിക്കുന്ന സ്വഭാവം. അതെല്ലാം വിട്ടുകളയണം, വിട്ടുകളയണം. പത്രോസ് ലേഖനത്തിൽ വായിക്കുന്നത്, നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ ചില സ്വഭാവങ്ങൾ നീക്കിക്കളയണം. സ്തോത്രം. എഫേസ്യ ലേഖനത്തിൽ വായിക്കുന്ന ഇങ്ങനെയാ, മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നീതിയുടെ ഫലമായി ആ ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. പഴയ മനുഷ്യനെ ഉപേക്ഷിക്കണം, ചില സ്വഭാവങ്ങളൊക്കെ ഉപേക്ഷിക്കണം. ദൈവത്തിന് ഹിതമില്ലാത്ത ചിലത് നിങ്ങൾ ധൈര്യമായിട്ട് പറയണം. ഞങ്ങൾക്ക് ആർക്കും അങ്ങനെ ഒരു സ്വഭാവമില്ല. പറയാൻ പറ്റുമോ സാറേ? നമ്മൾ ദൈവം നോക്കിയാൽ എത്രയോ തെറ്റുകൾ, എത്രയോ കുറവുകൾ ഇല്ലേ? 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 നിങ്ങൾ പറയണം ഉത്തരം. ഇന്ന് രാത്രി ദൈവം നമ്മോട് സംസാരിക്കണമോ? ലോത്ത് വിട്ടുപിരിയണം. നേരെ വാക്കുകൾക്ക് വിരാമം കുറിക്കാൻ പ്രേരിതനായി തീരുകയാണ്. അബ്രഹാമിനോട് ആ വാക്യം ഒന്നുകൂടെ വായിക്കാം. 13-ാം അധ്യായം 14-ാം വാക്യം. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നീ ഇങ്ങോട്ട് ഇറങ്ങി വന്നേ, കൂടാരത്തൊന്ന് ഇറങ്ങി വാ, കിഴക്കോട്ട് നോക്ക്, പടിഞ്ഞാറോട്ട് നോക്ക്, തെക്കോട്ട് നോക്ക്, വടക്കോട്ട് നോക്ക്. നീ കാണുന്ന ദേശമൊക്കെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വത അവകാശമായി തരും. ഇത് ദൈവം പറയുമ്പോൾ സന്തതിയില്ല. ദൈവം പറയാൻ നിന്റെ സന്തതിക്ക് തരുമെന്ന്. അപ്പൊ ദൈവത്തിനൊരു പരാതി, ഈ അബ്രഹാമിനൊരു പരാതി ദൈവത്തോട്. എന്താ പരാതി? 15-ാം അധ്യായത്തിൽ വരുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ വരുമ്പോൾ, അതിന് 1-ാം വാക്യം ഒന്ന് വായിച്ചിട്ട് 1-2 വാക്യം മാത്രം. ഞാൻ നിന്റെ പരിചയ. ഇന്ന് രാത്രി വിളിക്കുന്ന ദൈവ മക്കളോട് ദൈവം പറയുക, ഞാൻ നിന്റെ പരിചയ. 2 അതിമഹത്തായ പ്രതിഫലം. അത് പോരെ, ദൈവം പ്രതിഫലമായിരുന്നാൽ പോരെ. ദൈവം നമുക്ക്, അവൻ പരിചയാണ്, നമ്മെ സംരക്ഷിക്കുന്നവനാണ്, നമുക്ക് വേണ്ടി കരുതുന്നവനാണ്, നമുക്കുള്ള പ്രതിഫലമാണ്. അപ്പൊ ഈ അബ്രഹാമിന് പരാതി ഒക്കെ ശരിയാ കർത്താവേ, പക്ഷേ നീ ഇതുവരെ എനിക്ക് മക്കളെ തന്നിട്ടില്ലല്ലോ. ആ ദമ്മശേഖരനെ എലിയാസർ വേണം എന്റെ സമ്പത്ത് മൊത്തം അനുഭവിക്കാൻ. അപ്പൊ ദൈവം പറയുന്ന ഒരു മറുപടി എന്നെ വളരെ ചിന്തിപ്പിച്ചു. സ്തോത്രം. അബ്രഹാമിന് പറഞ്ഞു, അബ്രഹാമേ നീ ഇങ്ങ് വെളിയിലോട്ട് ഇറങ്ങി ആകാശത്തിലേക്ക് നോക്കാൻ പറഞ്ഞു. നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമോ? അബ്രഹാം ഒന്ന് എണ്ണി, 1, 2, 3, 4, 50, 51, 52 തെറ്റിപ്പോയി. വീണ്ടും ഒന്നുകൂടെ ഒന്ന് എണ്ണി, കോടിക്കണക്കിന് നക്ഷത്രങ്ങളിൽ വാരി വിതറിയിരിക്കുന്നത്. അബ്രഹാമിനെ എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയത്തില്ല. പറഞ്ഞു, കടലിലെ മണത്തരി
ഒരു പിടി പോയിട്ട് ഒരു നുള്ളെടുത്താൽ തന്നെ തരികളെ എണ്ണി തീർക്കാൻ കഴിയത്തില്ല. ഞാൻ ഇതുപോലെ നിനക്ക് സന്തതിയെ തരും. ദൈവം വാഗ്ദത്തം ചെയ്തെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം പറയട്ടെ, ദൈവം അബ്രഹാമിനോട് ചെയ്ത വാഗ്ദത്തം നിവർത്തിയായി. വലിയൊരു ജാതിയായി ഇസ്രായേൽ ജനം മാറി. ലോകശക്തികൾക്ക് പരാജയപ്പെടുത്തുവാൻ കഴിയാത്ത ഒരു വലിയ ശക്തിയായി ഇസ്രായേൽ മാറി. ദൈവം അബ്രഹാമിനോട് ചെയ്തൊരു വാഗ്ദത്തമാണ്. സ്തോത്രം. വേഗത്തിൽ പറഞ്ഞു നിർത്താം. നിന്നിൽ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ആ അനുഗ്രഹം നമുക്ക് പ്രാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. അബ്രഹാമിന് ലഭിച്ച അതേ അനുഗ്രഹങ്ങൾ അബ്രഹാമിലൂടെ നമുക്ക് പ്രാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ പ്രാപിക്കാൻ കഴിയുമെന്നാ ദൈവം പറയുന്നത്. നമ്മുടെ വാഗ്ദത്തം ചെയ്തിരിക്കുക. സ്തോത്രം. ഇന്ന് രാത്രി പറയണം, കർത്താവേ, ആ വാഗ്ദത്തം എന്റെ ജീവിതത്തിൽ നിവർത്തിയാക്കണം. ആ വാഗ്ദത്തം എന്റെ ജീവിതത്തിൽ നിവർത്തിയാക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മെ സമ്പന്നരാക്കാൻ, നമ്മൾ സമ്പന്നരാകണമെന്നല്ല ഞാൻ ഈ പറയുന്നത്. പക്ഷേ സമ്പന്നരാക്കാൻ ആർക്ക് കഴിയും? ദൈവത്തിന് കഴിയും. ദൈവത്തിന് കഴിയും. അത് നമ്മോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. നമുക്ക് ആവശ്യമുള്ളത് തരാൻ ദൈവത്തിന് കഴിയും. ഇന്ന് രാത്രി എത്ര പേര് ദൈവത്തോട് ചോദിക്കും, എന്നോടുള്ള, എന്റെ തലമുറകളോടുള്ള ആ വാഗ്ദത്തം കർത്താവേ നീ എന്നാവുന്ന നിവർത്തിയാക്കുന്നത്? എന്റെ ജീവിതത്തിൽ ഒന്ന് നിവർത്തിയാക്കണമേ. എന്റെ ദൈവത്തിന് കഴിയും. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായി കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളതാണ്. ആത്മാവിനെ കുറിച്ചുള്ള വാഗ്ദത്തം പെന്തക്കോസ്ത് നാളിൽ നിവർത്തിയാക്കി. ഇന്ന് രാത്രി പറയാം, ദൈവമേ, ആ വാഗ്ദത്തം എനിക്ക് നൽകണമേ. പരിശുദ്ധാത്മാവിനെ എനിക്ക് നൽകണമേ. നമുക്ക് പറയാം, അബ്രഹാമിന് ചെയ്ത വാഗ്ദത്തം, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. അനുഗ്രഹം എന്റെ ജീവിതത്തിൽ നൽകണമേ. ഇന്ന് രാത്രി നമുക്ക് തലകളെ മടക്കാം, കണ്ണുകളെ അടയ്ക്കാം. ഞാനൊരു പകുതി പിന്നെ പറയാൻ നിന്നാൽ സമയം പോകുന്നിരിക്കരുത്. ഒരു ദിവസം എല്ലാവർക്കും തലകളെ മടക്കാം, കണ്ണുകളെ അടയ്ക്കാം. ദൈവസ്ഥലം പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചാട്ടെ. എന്നോടുള്ള അവിടുത്തെ വാഗ്ദത്തം, എന്നോടുള്ള വാഗ്ദത്തം, എന്റെ ഭവനത്തോടുള്ള വാഗ്ദത്തം, എന്റെ തലമുറകളോടുള്ള വാഗ്ദത്തം, എന്റെ ഭവനത്തോടുള്ള വാഗ്ദത്തം, എന്റെ സഭയോടുള്ള വാഗ്ദത്തം, എന്റെ ദേശത്തോടുള്ള വാഗ്ദത്തം. സിസ്റ്റർ, വളരെ പ്രധാനപ്പെട്ട ഒരു നിമിഷമാ. ദൈവത്തോട് ചോദിച്ചാട്ടെ, ദൈവത്തോട് പറഞ്ഞാട്ടെ. ദൈവം വാഗ്ദത്തം നിവർത്തിയാക്കുന്നവനാ. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തന, അവനോ നിവർത്തിയാക്കും. ഇന്ന് രാത്രി എത്ര പേര് ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകും? എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, എന്നുള്ള വാഗ്ദത്തം നിവർത്തിയാക്കണമേ. ആഗ്രഹിക്കുന്ന ദൈവമക്കൾ കരം ഉയർത്തിപ്പിടിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് രാത്രി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. ദൈവം വാഗ്ദത്തം നിവർത്തിക്കുന്നവനാ. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്നവനാ. ഇന്ന് രാത്രി ദൈവാത്മാവ് നമ്മുടെ മധ്യത്തിൽ വ്യാപരിക്കുകയാണ്. ദൈവാത്മാവ് നമ്മോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഉറക്ക ദൈവത്തോട് നിലവിളിച്ചാട്ടെ. ഉറക്ക ദൈവത്തോട് ചോദിച്ചാട്ടെ. ദൈവത്തോട് ഉറക്കെ ചോദിക്കുന്ന ഒരു പ്രസ്റ്റീജ് ഇഷ്യൂസുമില്ല. ദൈവത്തോട് ചോദിക്കുവാനുള്ള അധികാരവും അവകാശവും നമുക്കുണ്ട്. ഇന്ന് രാത്രി കർത്താവ് നമ്മെ വിടുവിക്കും. ചില രോഗികളെ സൗഖ്യമാക്കും. ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തും. ചിലരുടെ ആവശ്യങ്ങൾ ദൈവം നിറവേറ്റും. പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകും. ഹല്ലേലൂയ. കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. അല്പനേരം ദൈവത്തെ സ്തുതിച്ചാട്ടെ. കരങ്ങളെ അടിച്ച് ആത്മാവിൽ നിറഞ്ഞൊന്ന് സന്തോഷിച്ചാട്ടെ. അല്പനേരം ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. അന്യഭാഷയിൽ സംസാരിക്കാൻ കഴിയുന്നവർ, അന്യഭാഷയിൽ സംസാരിക്കാൻ കഴിയുന്നവർ, അന്യഭാഷയിൽ സംസാരിക്കാൻ കഴിയുന്നവർ അന്യഭാഷയിൽ സംസാരിച്ചാട്ടെ. ഒരു മനതിയാദികൽക്കരാജിടമാറുകനെ അർദ്ധുരമരതികനതികൽക്കര ഓരമനതികരെ ഹല്ലേലൂയ. കരമുയർത്തിപ്പിടിച്ചാട്. നിങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥന. കരമുയർത്തിപ്പിടിച്ചാട്. നിങ്ങളുടെ ആവശ്യം ഇന്നതെന്ന് കർത്താവ് അറിയുന്നു. നിങ്ങളുടെ ഹൃദയത്തിലെ താല്പര്യം ഇന്നതെന്ന് കർത്താവ് അറിയുന്നു. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ,
ഇന്ന് രാത്രി ഞങ്ങളോട് അവിടുന്ന് ഇടപെട്ടതിനായി സ്തോത്രം. ഞങ്ങളോട് അവിടുന്ന് സംസാരിച്ചതിനായി സ്തോത്രം. കർത്താവേ, ജനത്തിന്റെ ആഗ്രഹം അവിടുന്ന് അറിയുന്നു. അവരോടുള്ള വാഗ്ദത്തം നിവർത്തിയാക്കണമേ. കരമുയർത്തിയ അവിടുത്തെ മക്കൾക്ക് വേണ്ടി അടിയൻ പ്രാർത്ഥിക്കുന്നു. അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ വിഷയത്തിന്മേൽ ദൈവം പ്രവർത്തിക്കണമേ കർത്താവേ. അവരോടുള്ള വാഗ്ദത്തം അവിടെ നിവർത്തിയാക്കണമേ. ചിലരെ അവിടുന്ന് തൊടുന്നതിനായി സ്തോത്രം. ചിലരോട് ഇടപെടുന്നതിനായി സ്തോത്രം. തലമുറകളെ അവിടുന്ന് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. കർത്താവേ, ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എന്നെ അനുഗ്രഹിക്കണം. ധാരാളം ആത്മാക്കളെ കൊണ്ട് നിറയ്ക്കണമേ. നിന്റെ ദാസൻ പാസ്റ്റർ ഷിബിൻ ജി സാമുവലിന് വേണ്ടി പ്രാർത്ഥിക്കും. തന്റെ കുടുംബത്തിനായി സ്തോത്രം. തന്റെ വാത്സല്യ പിതാവിനെയും മാതാവിനെയും സഹോദരങ്ങളെയും ഇന്ന് രാത്രിയുടെ കടന്നു വന്ന എല്ലാവരും ഒരുപോലെ അനുഗ്രഹിക്കണമേ. സകലമാനവും മഹത്വവും പുകഴ്ചയും അങ്ങേക്ക് തരുന്നു. യേശു ക്രിസ്തുവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ ഒരവസരം നൽകിയ ഇതിന്റെ സംഘാടകരോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിരിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി